ഗൈസ്, വെൽക്കം ടു പുതിയൊരു വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ ആസ് യൂഷ്വൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തേങ്ങ ഉണ്ടാകുന്നില്ല. ഇന്ന് ചുമ്മാ വ്ളോഗ് ചെയ്യാൻ പിന്നെയും മൂഡ് വന്നു. അപ്പോൾ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. ട്രൈപോഡിൽ പിന്നെയും ഫോണൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ രണ്ടുപേര് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു ഇവളെ പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറ്റിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ പോവാറുണ്ട് പാർക്കിൽ. ഇവിടുന്ന് സെൻട്രൽ പാർക്ക് എന്ന് പറയും, കാർഗർ സെൻട്രൽ പാർക്കിലോട്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഓട്ടോയിൽ ദൂരമുണ്ട്. അതല്ലാതെ ഒരുപാട് കുഞ്ഞു പാർക്കുകൾ തൊട്ട് താഴെ ഈ ഫ്ലാറ്റിന് താഴെ തന്നെ ഉണ്ട്, നടന്നു പോകാനുള്ള ഡിസ്റ്റൻസിൽ. ഓല ഓട്ടോയിൽ പോകുമ്പോൾ 30 രൂപയുടെ വഴി, 30-40 രൂപയുടെ വഴി അത്രേ ഉള്ളൂ കേട്ടോ. അതാ. അപ്പോൾ ഇന്ന് സെൻട്രൽ പാർക്ക് പോകാൻ തീരുമാനിച്ചു. ലാസ്റ്റ് വീഡിയോയിൽ നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് ആകെ ചളിപിളിയായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് പോവേണ്ട എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീട്രൂട്ട് ഉപ്പേരി ആയിരുന്നു. ബീട്രൂട്ട് ഉപ്പേരി മത്തങ്ങ വെച്ചിട്ടൊരു പുളിങ്കറി എന്ന് പറയും, മത്തങ്ങ പുളിങ്കറി. പിന്നെ മറ്റേ ഇതില്ലേ കൊത്തമര, വലിയ കൊത്തമര, അത് ഉരുളക്കിഴങ്ങ് കൂടിയിട്ടിട്ട് ഒരു ചെറിയൊരു ഉപ്പേരി. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി, മറ്റേ മേട് വന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് ഇതൊക്കെ കൂടി തന്നെയാണ് കൊടുത്തത്. കുറച്ച് മോര് കഴിച്ചിട്ട് പ്ലഞ്ചിയാണ് കഴിച്ചത്. ഇതാണ് ഞാൻ എങ്ങനെ കഴിച്ച ഫുഡ്. എന്തായി അപ്പൊ അതായിരുന്നു ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഓൾ സെറ്റ്. ഇപ്പൊ സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങാന്ന് വിചാരിക്കുന്നു, വെയിലൊന്നും അറിയിട്ട്. എന്നിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി അവിടെ കൂടെ കുറച്ചു നേരം കളിച്ച് രാത്രി തിരിച്ചു വരും. പിന്നെ ഫ്രിഡ്ജൊക്കെ ഇന്നലെ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രൈപോഡ് തൊടരുത്. ഫ്രിഡ്ജെല്ലാം കഴുകി ഇന്നലെ ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളൊന്നുമില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നു ഇന്ന്. ഇതൊരു വെജ് മാസം ആയതുകൊണ്ട് ഫുള്ള് പച്ചപ്പും ഹരിതാപമാണ് കേട്ടോ നമ്മുടെ വീട്ടില്. കുറച്ച് ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഒരു ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. സാധാ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു നാടൻ ഉപ്പേരി. കുറച്ച് ബദാം വൈകുന്നേരം വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 ക്യാരറ്റും കണ്ടു, കുഞ്ഞി ക്യാരറ്റ്. അപ്പം അതും കൂടി അരിഞ്ഞ് ബീട്രൂട്ടും ക്യാരറ്റ് ഉപ്പേരിയാക്കാന്ന് വിചാരിച്ചു. മേട് കാലത്തന്നെ വന്ന് ചപ്പാത്തി, നല്ല ചുട്ടു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് ഉപ്പേരി വറുത്തിരുന്ന പരിപാടിയിലോട്ട് ഞാൻ നൈസായിട്ട് കടന്നു. സൈഡിൽ അരി തിളപ്പിക്കാൻ വെക്കണം, അരിയുടെ വെള്ളം തിളപ്പിക്കാൻ വെക്കണമായിരുന്നു. അപ്പം അതിൻ്റെ കലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു മത്തങ്ങ പുളിങ്കറി വെക്കാമെന്നാണ്. പിന്നെ വാവയ്ക്ക് ഞാനിപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാതെ നമ്മുടെ ഫുഡ് തന്നെ കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പോരാത്തന്നെ ഇത് വെജ് മാസം ആയതുകൊണ്ട് കുറച്ചും കൂടി ആ ഒരു പരിപാടി ഈസിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവള് നോൺ വെജിനോട് അത്ര താല്പര്യമുള്ള കുട്ടിയല്ല. അങ്ങനെ നമുക്കിവിടെ ദോശമാവൊക്കെ പുറത്ത് വാങ്ങാൻ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിലരക്കലാണ് പതിവ്. എനിക്കതാണ് സ്വാദ് കൂടുതലും തോന്നിയിരിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയരി, പച്ചരി, ഉഴുന്ന്, ഉലുവയൊക്കെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു. വൈകുന്നേരം വന്നിട്ട് പാർക്കിൽ പോയി വന്നിട്ട് അരയ്ക്കാമല്ലോ. പിന്നെ മത്തങ്ങ പുളിങ്കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ്, അധികം പരിപ്പല്ല, കുറച്ച് പരിപ്പ്. എനിക്കിങ്ങനെ ഒഴിച്ച കറിയാണ് ഇഷ്ടം. ഇങ്ങനെ കട്ടി കഴിക്കാതെ ഇങ്ങനെ അലുവ പോലെ ഇരിക്കണ കറി എനിക്ക് ഇഷ്ടമല്ല, വെള്ളം പോലെ ഇരിക്കണം കറി. അപ്പം അതിന് വേണ്ടിയിട്ട് പരിപ്പ് വിസിലെടുക്കാൻ വേണ്ടി വെച്ചു. പിന്നെന്താ, അരി കഴുകി വെച്ചു. അപ്പോഴേക്കും ഉപ്പേരി അവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തങ്ങ പുളിങ്കറിക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചു. പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഇല്ല, കുറച്ച് വാളംപുളി, കുടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കല്ലുപ്പ്, വെളിച്ചെണ്ണ, അങ്ങനെയൊക്കെ കുറച്ച് നാളികേരം ഇതൊക്കെ അരച്ചൊഴിച്ച് അങ്ങനത്തെ ഒരു സാധാ കറിയാണ്. ഇവിടെ എൻ്റെ വാവ 1.5 വയസ്സായിട്ട് ഇപ്പോഴും അരച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. അവൾക്ക് കൈ കൊണ്ട് ഉടച്ച് കൊടുത്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് അത്ര വിശപ്പ് വേണം. പക്ഷെ കഴിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും. നമ്മൾ മിക്സിയിൽ ഒരു തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം കഴിക്കണ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ കാര്യങ്ങൾ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചു. മേട് പോണേക്കാളും മുന്നേ അത് അരച്ച് വെച്ചോളും. പിന്നെ കുറച്ച് കൊത്തമര ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ബാക്കിയുള്ള പച്ചക്കറികളാണ് കേട്ടോ. കുറച്ച് കൊത്തമര, ഉരുളക്കിഴങ്ങും സവാളയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് വേറൊരു ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാൻ റെഡിയായി, ഉപ്പേരി റെഡിയായി. വാവ അവിടെ കാർട്ടൂണൊക്കെ കണ്ട് ചില്ല് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വാവയ്ക്ക് പുറത്തു പോകാന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. എക്സ്പ്ലോർ ചെയ്യാൻ, ഇങ്ങനെ കറങ്ങി നടക്കണം. ആൾക്ക് വീട്ടിലിരിക്കണ്ട, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. കറങ്ങണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഞാനൊന്നും വേണ്ട, അവൾക്ക് കറങ്ങലാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വീട്ടിൽ മെയ്ഡിന് വരെ പുറത്തു പോകാൻ
പറ്റാതായി. മെയ്ഡിന് പണി കഴിഞ്ഞ് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് റൂമിൽ പോയി ഡിസ്ട്രാക്ട് ചെയ്തിട്ട് അങ്ങനെ മെയ്ഡ് ആ വഴി വാലടച്ച് ഓടണം. അങ്ങനെ നടക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ എപ്പോഴും അമ്മ 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 എന്ന് പറഞ്ഞ് എൻ്റെ മേല് കയറിയിരിക്കുന്ന ഒരു കുട്ടിയല്ല ഞാൻ. അങ്ങനെയല്ല അവളെ ഇതുവരെ വളർത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു ചാൻസും ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ നടുപൊടിയും എപ്പോഴും എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തും അവളെ വിട്ട് അങ്ങനത്തെ ഒരു സോഷ്യലി മിങ്കിളാക്കിയിട്ട് വളർത്താനാണ് എനിക്ക് താല്പര്യം കൂടുതലും. അമ്മക്കുട്ടിയായിട്ട് ഇരിക്കരുത് അല്ലെ. പക്ഷെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് അവളെ വേറെ അടുത്തും കിടക്കാൻ പാടില്ല, എൻ്റെ അടുത്തൊന്ന് ഉറങ്ങാൻ പാടുള്ളൂ എന്നൊരു ഡിമാൻഡ് എനിക്കുണ്ട്. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയം കഴിഞ്ഞാൽ അപ്പം അവള് തുടങ്ങും അമ്മ എവിടെയാ ചോദിക്കാൻ തുടങ്ങും. പിന്നെ ഇപ്പൊ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആള്. ചെറുതായിട്ട് ചെറിയ ചെറിയ വേർഡ്സ് 1.5 വയസ്സിലെ സംസാരിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ഇല്ലേ, അതൊക്കെ അവൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നല്ല രസമാണ് കുട്ടികളുടെ ഈ ഒരു പ്രായത്തിലെ സംസാരം ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കാണാൻ വേണ്ടി. ഓരോ ദിവസം അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ അവൾക്ക് കാലത്തും ഉച്ചയ്ക്കും രാത്രിയും അല്ലാതെ വൈകുന്നേര സമയത്ത് എന്തെങ്കിലും കൊടുക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5 മണി സമയമാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് മുഴുവൻ കഴിക്കൊന്നുമില്ല, എന്നാലും നിനക്ക് കൊടുക്കും. ഒരു ആപ്പിളോ ഒരു ദോശയോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ചപ്പാത്തിയുടെ ഒരു പീസോ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റെങ്കിലും കൊടുക്കും 5 മണി സമയത്ത്. അതായത് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു ഒരു സെറ്റപ്പാണത്. അപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കഴിക്കും. ആ സമയത്ത് അധികം കഴിക്കുന്നില്ല, എന്നാലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പറ്റണ പോലെയൊക്കെ കേട്ടോ. അവൾക്ക് ഒളിച്ചേ കണ്ടേ കളി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളിയല്ലേ ഒളിച്ചേ കണ്ടേ വെറുതെ കളിക്കുന്നത്. അവള് ഇത്തിരി മൂഡ് ഓഫ് ആയി. കാരണം ഞാൻ ഹാൻഡ് ബാഗ് ഇട്ടിട്ട് ചുമ്മാ ബായ് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ അവളെ ഒന്ന് പീഡിപ്പിക്കാൻ വേണ്ടി നോക്കി. അപ്പൊ അത് അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അവൾ ഇത്തിരി മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് സോപ്പിടലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കുട്ടി 2 വയസ്സായിട്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില അമ്മമാരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കുട്ടിയായിട്ട് മാക്സിമം സംസാരിക്കുക. നമുക്ക് ക്രിഞ്ച് ഫീൽ അടിക്കും, നമ്മളെന്ത് കാക്കേ പൂച്ചയെന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു കുഞ്ഞു ഭാവിയായിട്ട് അവരെ കൂടെ സംസാരിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കും. നമുക്ക് എന്തൊക്കെ ഭാഷ അറിയോ ആ ഭാഷകളൊക്കെ സംസാരിക്കുക, അതൊക്കെ കുട്ടി പഠിക്കും. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഗുജറാത്തികളായിട്ട് സംസാരിച്ച് ഗുജറാത്തിയൊക്കെ അറിയായിരുന്നു എന്ന് അമ്മയും അച്ഛനും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക കുട്ടിയായിട്ട്. നിങ്ങൾ നന്നായി സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടി സംസാരിക്കും. കുട്ടി സംസാരിച്ചില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം കുട്ടിയുടെ അല്ല, അത് നിങ്ങളുടെയാണ്. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടി സംസാരിക്കും, അത്രേ ഉള്ളൂ. കുറുമ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു സമയം അങ്ങനെയാണ്, നമ്മൾ എത്ര വീട് വൃത്തിയാക്കിയാലും പിന്നാലെ നമ്മളൊരു സൈഡിൽ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ അവൾ പൊളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. പക്ഷെ തളരരുത്. പറ്റുകയാണെങ്കിൽ ഒരു മെയ്ഡിനൊക്കെ വെക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കുക, അല്ലെങ്കിൽ വീട് അങ്ങനെ കിടന്നോട്ടെ എന്ന് വെക്കുക. കുട്ടി നമ്മളൊരു കാര്യം പറയുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടോ ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അത് ഒന്ന് ചെയ്തപ്പോൾ ഞാൻ അവളെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാനും അവ ഒറ്റയ്ക്കാണ് ഫുൾ ഡേ വീട്ടില്. അപ്പൊ കുറെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അവളത് കേട്ട് പഠിക്കുന്നതാണ്. അല്ലാണ്ട് അവളെ സംസാരിപ്പിക്കാൻ വേണ്ടി കുത്തിയിരുത്തി പഠിപ്പിച്ചതൊന്നല്ല. അവളായിട്ട് സംസാരിക്കുമ്പോൾ അവളുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. പാർക്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്തായാലും 7-7:30 ആവും. അപ്പൊ അതുകൊണ്ട് പോണേക്കാളും മുന്നേ തന്നെ വിളക്ക് കൊളുത്താന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതിന്റെ പരിപാടിയാണ് ഈ കാണുന്നത്. 5:30 ആയിട്ടുള്ളൂ, നേരത്തെ വിളക്ക് കൊളുത്തലാണ്. ഞാൻ പൂവ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അത് വീട്ടിൽ വാങ്ങിച്ച പൂവുണ്ടായിരുന്നില്ല. അപ്പോൾ ഓർഡർ ചെയ്ത പൂവാണത്. അതാണ് എല്ലാം ഒരു സിംഗിൾ കളറിലിരിക്കുന്നത്. ഞാനൊന്ന് പോയ ഗ്യാപ്പിൽ ആ താഴത്തെ അത് തുറക്കലാണുള്ള പരിപാടി. അതിനകത്ത് നെയ്യ്, എണ്ണ, ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്, മറ്റേ ചെരാതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനതൊരു വള്ളി വെച്ച് കെട്ടി വെച്ചേക്കാം, വേറെ വഴിയൊന്നുമില്ല. അതിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടുപിടിക്കണം. ഓൺലൈനിൽ എന്തൊക്കെ വാങ്ങാനൊക്കെ ഇട്ടില്ല, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു വള്ളി വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ് നാടൻ രീതിയിൽ. പിന്നെ അങ്ങോട്ട് പോയിക്കും ബാക്കിയുള്ള പൂവ് എടുത്തിട്ട് കുറച്ച് പൂവ് എത്തിച്ചെടുത്തിട്ട് ഇങ്ങനെ പിരി ആക്കി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്നോട്ടെ ഞാൻ വിചാരിച്ചു. 10 നേരം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാലോ. അങ്ങനെ പിന്നെ ബാക്കി ഇത്തിരി കൂടി ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് കൊടുക്കാനുള്ള പരിപാടിയിലായി ഞാൻ. പിന്നെ അപ്പം ഞാൻ ഓരോ ചപ്പാത്തി കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചപ്പാത്തി എന്നല്ല, നമ്മൾ ഈ 5 മണി സ്നാക്ക് ടൈമിലാണ് കൂടുതലും ഞാൻ സംസാരിക്കാറ്. കാരണം അപ്പം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. കഴിച്ചാൽ അത് ബോണസ്, അത്രേ ഉള്ളൂ. ഉച്ചക്കലത്തെയും രാത്രിയിലൊക്കെ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. അത് ഞാൻ സമ്മതിക്കുകയില്ല. എനിക്ക് ടെൻഷൻ ആവുള്ളൂ സമയത്തിന് കഴിച്ചില്ലെങ്കിൽ. ഈ 5 മണി സമയത്ത് അവള്
കഴിച്ച ചില ദിവസം ഞാൻ ആ സമയത്താണ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ ഇത് കഴിക്കോ അത് കഴിക്കോ ഇത് കഴിക്കോ എന്നൊക്കെ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അവൾക്ക് ഇന്ന സാധനം ഇഷ്ടമാണ്, അത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല എന്നൊക്കെ. എൻ്റെ കയ്യിലുള്ള മൈക്ക് വളരെ വൃത്തികെട്ട ഒരു മൈക്കാണ്, ഭയങ്കര മോശം ക്വാളിറ്റിയാണ്. ശരിക്കും വെള്ളം കയറി വെള്ളത്തിൽ കിടന്ന് സംസാരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ വെറുതെ യൂട്യൂബിന് വേണ്ടിയിട്ട് എനിക്ക് പൈസ മുടക്കി മൈക്ക് വാങ്ങാൻ ഇപ്പം താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. ഇത്രയൊക്കെ കേട്ടാൽ മതി എന്നൊരു മൈൻഡാണ്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ശരിക്കും കരയുന്നതല്ല, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയണ പോലെ അഭിനയിക്കും. അപ്പോൾ അവളെന്നെ അമ്മാന്ന് വിളിക്കും. അമ്മാന്ന് വിളിച്ചിട്ട് ഞാൻ വിളി കേട്ടില്ല എന്നെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയണ പോലെ അഭിനയിക്കും. മൈക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന വ്ളോഗൊന്നല്ലല്ലോ. അപ്പം അതുകൊണ്ട് ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ട് ഓഡിയോ കിട്ടിയില്ല. പക്ഷെ എന്നാലും എനിക്ക് അവൾ ആ വിളിക്കുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു വോയിസ് ഓവർ ആഡ് ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ. അവൾ നല്ല രസമാണ്, ഇങ്ങനെ അമ്മാ പറഞ്ഞ് വിളിക്കും. അപ്പം ഞാൻ ചിരിക്കണം, അതാണ് അവൾക്ക് വേണ്ടത്. കരച്ചിൽ മാറ്റി സ്പോട്ടിൽ ചിരിച്ച് അവൾ ഹാപ്പിയായി. പിന്നെ അവൾ സാരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് ഇങ്ങനെ തലോടിയൊക്കെ തരും. ഭയങ്കര രസമാണ്. പാട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ആൾക്ക്. കറക്റ്റ് ബീറ്റ് വരുന്ന സമയത്ത് ഡാൻസ് ചെയ്യുകയും ചെയ്യും. പാട്ടിൻ്റെ സ്ഥലത്ത് ക്ലിയർ ആയിട്ടൊന്നും പാടൊന്നുമില്ല, പക്ഷെ ആ പാട്ടിൻ്റെ ആ ഒരു ട്യൂണിൽ അങ്ങനെ മൂളോ അല്ലെങ്കിൽ ലാസ്റ്റ് വേർഡ് പറയും. എനിക്ക് അങ്ങനെ പറയുന്നത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവള് നല്ല മൂഡിലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും വ്ലോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. പൂച്ച മുകളിലാണോ ഉണ്ടാവാ? പൂച്ച മുകളിലല്ല, പൂച്ച താഴെ ഉണ്ടാവുക. അമ്മ കണ്ടോ? ഫാമിലിയുടെ പിന്നിൽ പെട്ട് നോക്കുക. ഇവിടെ ഈ കാക്കയുടെ പാട്ടോടോ. കാക്കേ കാക്കേ കൂടരുത് കൂട്ടിനകത്തൊരുക്കുന്നുണ്ട് കുഞ്ഞിനെ പൂച്ച കൊടുത്താൽ ഞാൻ കുഞ്ഞെ തുറന്നു കരയിടും കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ ഇന്നിടെ കയ്യിലെ നെയ്യപ്പം ഇന്നത്തെ നെയ്യപ്പം ഇന്നത്തെ നെയ്യപ്പം ഇനി പൂച്ച മ്യാവല്ല മ്യാം, അവളങ്ങനെ പറയാം. അമ്മക്ക് തരും അമ്മക്കറിയാം. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അമ്മ വിളിക്കണം. അപ്പൊ എനിക്ക് കാണാൻ പറ്റും.
ചമ്മി 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 അമ്മ ചമ്മി. അവിടെ കാക്കണ്ട്. കാക്ക എങ്ങനെ പോവാ? കാക്ക പേടിച്ചു 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 പേടിച്ചു. കാക്ക പേടിയാണോ നമുക്ക്? കാക്ക എങ്ങനെ പോവാ? പേറുന്നു 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 പേറുന്നു. അല്ലേ കാക്ക എങ്ങനെ പോവാ? പറന്ന് പറന്ന് പറന്ന്. കാക്ക എങ്ങനെ പോവാ? കാണിക്കോ? ഗുഡ് നൈറ്റ്. ബൈ. ഞങ്ങള് പാർക്കിൽ പോവാട്ടോ. ബൈ ബൈ. ബോൾ എവിടെയാ? ബോൾ കൊണ്ടുപോയി. ബോൾ എവിടെയാ? ബോൾ അവിടെ അവിടെ ബോളില്ല. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് പാർക്കിൽ പോയിട്ട് അന്നൊരു ചക്കര വാവ അന്നൊരു ചക്കര വാവ ചിരി ചക്കര വാവ. വാവ റെഡിയാണോ? വാവ റെഡിയാണോ പാർക്കിൽ പോവാൻ? റെഡിയാണോ പാർക്കിൽ പോവാൻ? അപ്പു സിറ്റ്. എന്താ ആരാ അപ്പു? ആരാ? പാർക്കിൽ പോണ്ടേ നമുക്ക്? ബോൾ എടുക്കണ്ടേ? ബോൾ എടുത്തുവോ? ബോൾ എടുത്തുവോ പാർക്കിൽ പോയി കളിക്കാൻ? ചുമരൊക്കെ കഴിച്ചിട്ട് വായയുടെ ഉള്ളില് മൊത്തം പെയിന്റാ. വാവൊരു പാട്ട് പാടിയോ? പാട്ട്. വാവയുടെ തല. അയ്യോ മൈക്ക് എടുക്കരുത്, മൈക്ക് എടുക്കരുത്. വാവയുടെ തല എവിടെ? തല തല എപ്പൊ നോക്കിയാലും ഈ തല എവിടെ ചോദിക്കുന്നത് എന്തോ പോലെ ഉണ്ടാവും അറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടാവുള്ളൂ തല എന്ന് പറയാനൊക്കെ. എന്റെ മൈക്കൊന്നും എടുക്കരുത്. തല എവിടെ? തല ചുണ്ട്. ഓക്കെ. ചെവി. അയ്യോ അയ്യോ അമ്മയുടെ കമ്മല്. ആ അമ്മയുടെ പല്ല്. അയ്യോ ചുമ വന്നല്ലോ വാവയ്ക്ക്. ബ്രഷിങ് എങ്ങനെ ചെയ്യാം? ബ്രഷിങ് 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 ബ്രഷിങ്. രണ്ട് നിറം രണ്ട് നിറം കാറ്റും വൈകുന്നേരം ചെയ്യാൻ മുടങ്ങാതെ എന്നും. ബഷ് ബഷ്. നമുക്ക് ഉമ്മ തരൂ. ചിക്കൻ. അറ്റാച്ച്. അറ്റാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഫൈ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെക്കൻഡ്. അങ്ങനെയാണ് അവളുടെ ഒരു യെസ് ഷെക്കൻഡ്. പാട്ട് പാടും. പാട്ട് വേറെ പാട്ട്. വേറെ പാട്ട്. പാട്ട് പാടും പെട്ടി തരാം. ആ ചോട് വെച്ചു ചോറ് വെച്ചു ചോറ് വെച്ചു കളി നടക്കട്ടെ നിന്റെ കളി നടക്കട്ടെ. ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല പിപ്പി തരാം. അമ്മയ്ക്ക് ഉമ്മ തരൂല? അമ്മയ്ക്ക് ഉമ്മ തരൂ? അയ്യോ അയ്യോ പുപ്പു എവിടെയാ? അവള് പുപ്പുവിനെ ഭയങ്കര ഇഷ്ടം. പുപ്പു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു ഡോഗാണ്. പുപ്പു എവിടെ? പുപ്പു എവിടെ? പുപ്പ എന്താ? പുപ്പു എവിടെ? പുപ്പു ഒരു സ്ഥലം വരെ പോയി. പുപ്പു വീട്ടിലാ. പുപ്പു വേറെ വീട്ടിലാ. പുപ്പു ഉറങ്ങി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആയി പുപ്പുന്. പുപ്പു ഉറങ്ങി. പുപ്പു ഗുഡ് നൈറ്റ്. ദീദി എവിടെ? ദീദി ദീദി ഉമ്മ. അമ്മയ്ക്ക് ഉമ്മ. അമ്മയ്ക്ക് ഉമ്മ. അമ്മയ്ക്ക്
പ്ലീസ് പ്ലീസ് പ്ലീസ്. ദീദി എവിടെ? ദീദി എവിടെ? ഉപ്പ് എവിടെ? ഇങ്ങനെയാണ്, ഇങ്ങനെ മുദ്ര ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അമ്മയുടെ വാവ, അമ്മയുടെ വാവ പാർക്കില് പോവാലോ, കറങ്ങാൻ പോവാലോ, ശുന്ദരി വാവ, ചക്കര വാവ. ബായ്, ഞങ്ങൾ കറങ്ങാൻ പോവാട്ടോ. ബായ് പറയൂ. പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് പാർക്കിലേക്ക് പോയി. കൂടെ മെയ്ഡുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒറ്റയ്ക്ക് അവളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ബാഗും പിടിക്കണം, അവളെയും പിടിക്കണം, വീഡിയോ എടുക്കണം. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടി കൊണ്ടുപോയി കേട്ടോ. ആണോ? അമ്മയ്ക്ക് തരുമോ? അമ്മയ്ക്ക് തരുമോ? പ്ലീസ് പ്ലീസ്. സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല. അവൾക്ക് എൻ്റെ അടുത്തും വരണ്ട, മേടിൻ്റെ അടുത്തും വരണ്ട, അവൾക്ക് ആരും വേണ്ട, അവൾക്ക് പാർക്ക് മാത്രം മതി. അവളെ എടുത്തു കഴിഞ്ഞാൽ അപ്പം കരയും. താഴെ വെക്കണം. താഴെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ എട്ടുകാലിനെയൊക്കെ നോക്കണ പോലെയാണ്. താഴെ വെച്ചത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പുറത്തെ കുട്ടീനെ പോയി അടിക്കും, അല്ലെങ്കിൽ ആ കുട്ടീനെ കളിക്കാൻ പിടിച്ച് വലിക്കും. അങ്ങനെയൊക്കെയാണ്. അവളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. താഴെ വെച്ചാൽ അപ്പോടും. അങ്ങനെയായിരുന്നു അവസ്ഥ. എന്തായാലും അവൾ കുറേ എൻജോയ് ചെയ്തു. പാർക്കിൽ പോകുന്ന ദിവസം വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം കുറച്ച് ടയേർഡായിരിക്കും. ആള് കുറേ ഓടി കളിച്ചല്ലേ.
ഓടി 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 തളർന്ന് വയ്യാണ്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നതാണ്. അല്ലാതെ വീട്ടിൽ പോകാൻ വേണ്ടി വന്നിരുന്നല്ല. അവൾക്ക് ഓടി മതിയായിട്ടൊന്നുമില്ല. അവൾ എൻ്റെ കൂടെ ഇരുന്ന് കുറച്ചേരം ലേസ് വെച്ച് വെള്ളം കുടിച്ച് പിന്നെയും കുറേ നേരം ഓടിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. ലാസ്റ്റ് വയ്യാതെയായി അവൾക്ക്. ഓടി തളർന്ന് ക്ഷീണിച്ചു, ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് വീട്ടിൽ പോയി. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവള് മറ്റേ ഹൈറ്റ് ഒന്നും നോക്കുന്നില്ല പുല്ലിന്റെ, അങ്ങോട്ട് ഓടി പോവുക. എൻ്റെ പേടി വല്ല പാമ്പ് എന്തെങ്കിലും പിടിച്ചോ കടിക്കോന്നായിരുന്നു. എനിക്ക് അതാ പേടി. അല്ലെങ്കിൽ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാവല്ലോ പുല്ലിന്റെ ഇടയിൽ. മഴക്കാലമാണ്, അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും വീട് എത്തിയതും ഞങ്ങൾ ഒരു മേല് കഴുകി ഫ്രഷായി. അവൾക്ക് രാത്രിക്ക് വേറെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് മറ്റേ തൈര് കൂട്ടിയിട്ടാണ് ഉണ്ടത്. അപ്പോൾ രാത്രിക്ക് നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് 2 തരം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഒരു വെജിറ്റബിൾ കറി, പരിപ്പ് കറി, വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട്. റൈസ് ഇടില്ല, അപ്പോൾ പുലാവ് പോലെയല്ല ഉണ്ടാക്കണേ, കറി ഉണ്ടാക്കും. റൈസ് ഡെയിലി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അവൾക്ക് മോരും ചോറും നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഈ ഒരു കറി അവളുടെ കംഫർട്ട് ഫുഡാണ്. എങ്ങനെയും പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സമാധാനമാണ്. പ്ലെയിൻ റൈസ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. പച്ചക്കറിയും അതുപോലെ തന്നെ ഈ പരിപ്പും ചിലപ്പോൾ മാറും, ചിലപ്പോൾ ചെറുപയറിടും, അങ്ങനെ. പച്ചക്കറികളൊക്കെ നമ്മുടെ അടുത്ത് എന്താണോ അവൈലബിൾ അതിട്ടിട്ട് കൊടുക്കലാണ് പതിവ് കേട്ടോ. പിന്നെ കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഉഴുന്ന് ഒക്കെ അരയ്ക്കലായി. നമ്മൾ ഗ്രൈൻഡറിലല്ല കേട്ടോ, മിക്സിയിൽ തന്നെയാണ് അരയ്ക്കാറ്. അരവായോ നോക്കാൻ വെള്ളത്തിലിട്ട് നോക്കും. നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ? വെള്ളത്തിലിട്ട് പൊന്തി കിടന്നു കഴിഞ്ഞാൽ അരഞ്ഞു, താന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരാ, അങ്ങനെയാണല്ലോ കണക്ക്. അപ്പോൾ പെട്ടെന്ന് അത് അരച്ച് വെച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ഫ്രിഡ്ജെല്ലാം സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. വാവയ്ക്ക് ഫുഡും വയർ നിറച്ച് കൊടുക്കണം. മാവിൽ കൈ പെട്ട് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. കാലത്ത് നമ്മളിക്ക് അത് പൊളിച്ച് പൊന്തും ഫെർമെൻ്റ് ആവും എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ചുമ്മാ കൈ കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ രാവിലെ എനിക്ക് വരുമ്പോൾ ഇത് പൊന്തി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.